ഏവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ വീഡിയോ ഒരു ഞാൻ കഴിഞ്ഞ ദിവസം അറ്റൻഡ് ചെയ്ത ഒരു ഡിസ്കഷൻ, അതായത് ഡിസ്കഷനായിട്ടാണ് ഞാൻ കയറിയതെങ്കിലും അത് ഒരു തരം ഇന്റർവ്യൂ ആകുന്നത്, അതായത് റാദർ ദാൻ സ്ക്രീനിങ് ഹൗ വുഡ് ഐ തിങ്ക് സം കൈൻഡ് ഓഫ് ഒരു പേഴ്സണൽ അറ്റാക്ക് മാതിരിയാണ് ഞാൻ ആ ഇന്റർവ്യൂ ഫേസ് ചെയ്യേണ്ടി വന്നത്. അപ്പോൾ ഇറ്റ് വാസ് ആക്ച്വലി ഒരു ഫണ്ണി ഇൻസിഡന്റ്. സോ ഐ തോട്ട് ഓക്കെ ഹൗ ടു I am shooting this video on a particular point. Whenever you interact with somebody from West for some key positions, okay, this can happen to anyone. Title Gymnosophist versus Alexander Revisited. Okay. അപ്പൊ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ നാടും വെസ്റ്റും തമ്മിൽ ചിന്തിക്കുന്നതിന്റെ ഒരു അന്തരത്തിന്റെ ഒരു പ്രകടിത രൂപം നമുക്ക് അതിൽ കിട്ടുന്നതായിരിക്കും. അപ്പോ ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്യാൻ വേണ്ടി കഥ എന്താന്ന് നമുക്ക് നോക്കാം. അപ്പോ ഈ അലക്സാണ്ടർ ചക്രവർത്തി ഇങ്ങനെ എന്താ പറയാ, ഈ ഗ്രീസിൽ നിന്ന് മാസിഡോണിയ കടന്നു, അങ്ങനെ പേർഷ്യ വന്നു, അങ്ങനെ വന്ന് ഇന്ത്യയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഓരോ ഗ്രാമത്തിന്റെയും പുറത്ത് സൈന്യത്തെ നിർത്തും, എന്നിട്ട് ദൂതന്മാരെ വിട്ടിട്ട് ആ ഗ്രാമം ഇവാക്യുവേറ്റ് ചെയ്യും, അങ്ങനെ അത് പിടിച്ചെടുക്കും. അങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ ഒരു പർട്ടിക്കുലർ ഗ്രാമത്തിൽ എത്തിക്കഴിഞ്ഞപ്പോ സംഭവിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരാളൊഴിച്ച് ബാക്കി എല്ലാവരും ഇവാക്യുവേറ്റഡ് ആയിരുന്നു. പുള്ളിക്ക് മെസ്സേജ് കിട്ടി. അപ്പൊ ആകെ അയാളെയും കൂടെ പറഞ്ഞു വിടാൻ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോ വില്ലേജ് വാക്കന്റ് ആയെന്ന് ചോദിച്ചപ്പോ ഇല്ല, അയാൾ അവിടെ തന്നെ നിൽക്കണം, അയാൾ ഒറ്റക്കാലം അവിടെ നിൽക്കണം. അപ്പോ അലക്സാണ്ടറിന്റെ ക്യൂരിയോസിറ്റി ഇതെന്താണോ അപ്പൊ അലക്സാണ്ടർ എന്ത് ചെയ്തു, ഈ തുണിയൊക്കെ മറച്ചു വെച്ച് ഒരു ഓർഡിനറി സോൾജറെ വേണ്ടി ഈ പ്രസ്തുത കക്ഷിയുടെ ഈ ജിംനോസോഫിസ്റ്റിന്റെ മുമ്പിൽ വന്നു. അപ്പൊ ജിംനോസോഫിസ്റ്റ് ചോദിച്ചു, അലക്സാണ്ടർ ചോദിച്ചു, എന്താ നിന്റെ ഭാവം, എന്താണ് ഇങ്ങനെ ഒറ്റക്കാലിലൊക്കെ നിൽക്കുന്നത്, ഇതെന്താന്ന് ചോദിച്ചു. അപ്പോ മറ്റേ ജിംനോസോഫിസ്റ്റ് പറഞ്ഞു, ഓക്കെ, നിങ്ങൾ എന്തിനാണ് ഇവിടെ വന്നേക്കണെന്ന് ചോദിച്ചു. അപ്പൊ ആദ്യം നിങ്ങൾ പറയും അലക്സാണ്ടർ. അപ്പൊ പറയും, ഞാനിങ്ങനെ മനസ്സിന് കീഴടക്കിക്കൊണ്ടിരിക്കുക. അപ്പോ അലക്സാണ്ടർ പറയും, ഞാൻ ലോകം കീഴടക്കേണ്ടിയിരിക്കും. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിച്ചു. അപ്പൊ ഈ അലക്സാണ്ടർ നോക്കുമ്പോ എന്തിനാണ് ഈ മനസ്സ് ഒരു സാധനം കീഴടക്കാൻ നിൽക്കുന്നത്, അത് നമുക്കുള്ളതാണല്ലോ, മറ്റേ എന്താ പറയാ, ഈ ഒറ്റക്കാലിൽ നിൽക്കേണ്ട ആവശ്യം, ഇതൊക്കെ ഇതിന് വലിയ വേസ്റ്റ് ആണെന്നോടാണ്. മറ്റേ ജിംനോസോഫിസ്റ്റ് വിചാരിച്ചപ്പോ എന്തിനാണ് ഈ ലോകം കീഴടക്കി ആവശ്യമില്ലാത്ത പരിപാടികളൊക്കെ ചെയ്യുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒബ്ജക്റ്റീവ് വേൾഡും സബ്ജക്റ്റീവ് വേൾഡും തമ്മിലുള്ള ആ ഒരു അന്തരമാണ് ചെയ്യുന്നത്. ഇപ്പൊ വെസ്റ്റിന്റെ ഒബ്ജക്റ്റീവ് അപ്രോച്ച് ടുവേർഡ്സ് തിങ്സ് ആൻഡ് ഒരു ആത്മനിഷ്ഠമായിട്ടുള്ള ഈസ്റ്റിന്റെ ചിന്താഗതി, അതാണ് കാണിക്കുന്നത്. അപ്പൊ ഏതാണ്ട് ഈ പ്രസ്തുത ഇന്റർവ്യൂ ഏതാണ്ട് അതേമാതിരിയാണ് ഡ്രിഫ്റ്റ് ചെയ്തത്. അപ്പൊ ഈ ഇന്റർവ്യൂവിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾക്ക് പശ്ചാത്തലം മനസ്സിലാക്കണം. അതായത് 1990s മൈൻഡ് സ്റ്റോം എന്നുള്ളൊരു ബുക്ക് സ്റ്റാൾ ഉണ്ടായിരുന്നു കൊച്ചിയിൽ. അതിനെ ചുറ്റിപ്പറ്റി ഒരു എന്താ പറയുക, ഒരു ക്ലബ്ബ് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ ക്ലബ് പീപ്പിൾ വർ സ്പ്ലിറ്റ് ഇൻ ടു സ്മോൾ ഗ്രൂപ്പ്സ് ഓർ ക്ലാൻസ്. അപ്പൊ അങ്ങനെ ഒരു ക്ലാനിന്റെ മെമ്പറാണ് എന്നെ ഇന്റർവ്യൂ ചെയ്തത്. മറ്റൊരു ക്ലാനിലെ ഒരു പ്രമുഖ മെമ്പറായിരുന്നു ഞാൻ. അങ്ങനെ 2-3 ക്ലാൻ വേറെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഒരു ആരാധ്യനായിട്ടുള്ള കോമൺ ആയിട്ടുള്ള ഒരു സ്റ്റാൾ വാട്ടമുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് ഈ അങ്ങോട്ട് പോയിരുന്നത്. സ്റ്റാൾ വാട്ട് ഇതിലൊന്നും ഇൻവോൾവ് ആയിരുന്നില്ല, പക്ഷെ ഈ ഗ്രൂപ്പ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും പിക്കുമായിരുന്നു. കാരണം അന്ന് വേറെ പണിയൊന്നുമില്ല, വീട്ടിലിരുന്ന് ഇൻസ്റ്റാൾ ചെയ്യുക, വൈകുന്നേരം വരുമ്പോൾ ടോൾ ടെയിൽ അടിക്കുക. അപ്പൊ അതാണ് അതിന്റെ ഒരു ഇതായിരുന്നു. അപ്പൊ ഈ പ്രസ്തുത കക്ഷിയുടെ ഗ്രൂപ്പായിരുന്നു ഇൻകുംബന്റ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഞങ്ങൾ ചലഞ്ചേഴ്സ് ആയിരുന്നു. അപ്പൊ കുറച്ച് കഴിഞ്ഞപ്പോ ഫോർ സം റീസൺ ഇപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിനും നല്ല പ്രൊമനൻസ് കിട്ടി. അപ്പൊ പിന്നെ വാർ ഓഫ് വേർഡ്സ് ഇങ്ങനെ പോകാനോ വരില്ല. ഇപ്പൊ ഈ ടൈപ്പ്, അതായത് വെൻ യു ഡോണ്ട് ഹാവ് സംതിങ് കോൺക്രീറ്റ് ടു ഡു, യു പ്രിക്ക് അതേഴ്സ്, റൈറ്റ്? അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് ഒരു 2-3 കൊല്ലം അങ്ങനെ നിന്നിട്ട് പെട്ടെന്ന് ഗ്രൂപ്പ്സ് പല സ്ഥലത്തേക്ക് ഡൈവേർജ് ചെയ്ത്, ചില ആൾക്കാർ സ്വന്തം കമ്പനി തുടങ്ങി, ചില ആൾക്കാർ കോർപ്പറേറ്റ്സിൽ വിപ്രോ അങ്ങനത്തെ കമ്പനികൾ കയറി, അങ്ങനെ കയറാത്ത ഒരു ചെറിയ കമ്പനികളുടെ സിസ്റ്റം സോഫ്റ്റ്വെയർ ഒക്കെ ചെയ്ത് ഇങ്ങനെ ഇവോൾവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരു 5 years ഇവരെ എല്ലാവർക്കും ഒരു പേഴ്സണൽ സ്ട്രഗിൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാനും എന്റെ സുഹൃത്തുക്കൾക്കും ഒരു സ്ട്രഗിൾ അങ്ങനെ പോയി. അറ്റ് സം പോയിന്റ് ഇൻ ടൈം
ഏർലി ഓണ്ടർപ്രണർഷിപ്പ് ദേ ബിക്കെയിം സക്സസ്ഫുൾ ബട്ട് ദേ കാൻ സ്കെയിൽ മച്ച്. അപ്പൊ അവരിങ്ങനെ ഒരു തരം കുടുങ്ങി കിടന്ന സ്റ്റേജിലായിരുന്നു. പിന്നെ മറ്റു രണ്ട് കാര്യങ്ങൾ, അതായത് ഈ സിസ്റ്റം സോഫ്റ്റ്വെയർ ചെയ്തിരുന്നവര് എന്താ പറയാന്ന് വെച്ചാല് വെസ്റ്റിലോട്ട് നാച്ചുറലി അവര് എമിഗ്രേറ്റ് ചെയ്യുകയും മറ്റേ അങ്ങോട്ട് പോകാൻ പറ്റാത്തവര് പതുക്കെ ഇവിടെ കോർപ്പറേറ്റിലേക്ക് കയറുകയും ചെയ്യും. അപ്പൊ ഇങ്ങനെയാണ് ഇത് രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി. അതായത് പീപ്പിൾ ഹു വെന്റ് ടു ദ വെസ്റ്റ് ഒക്കെ could actually continue with their system software development, whereas people who stayed here, okay, system software was not that rewarding after 2000, after 2005 ഡബിൾ ഇഷ്യൂർ ആണ്. അതായത് അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞപ്പോ ഈ ഒരു പീപ്പിൾ ഹു സ്റ്റേഡ് ബാക്ക് ഇൻ ഇന്ത്യ ഗോട്ട് വൺ, അതിനൊരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. അവര് ഒരു ഹോളിസ്റ്റിക് മോഡലിലാണ് ഡെവലപ്പ് ചെയ്തത്. അവര് കുറെ സ്ട്രാറ്റജി പഠിച്ചു, കുറെ ഓപ്പറേഷൻസ് പഠിച്ചു, അവർ എഞ്ചിനീയറിംഗിലും ദേ കുഡ് ആക്ച്വലി ഡെലിവർ. ഓക്കെ, എന്ന സ്ഥാനത്ത് പീപ്പിൾ ഹു റിട്ടേൺ ടു ദ വെസ്റ്റ്, അവിടുത്തെ ആ വെസ്റ്റേൺ റെലമെന്റ് ഉള്ളില് അവര് ഈ ഒരു എമിഗ്രന്റിന് പ്രൂവ് ചെയ്യണമല്ലോ ഒരു ഗ്രൂപ്പിൽ. ആ ഈ പ്രൂഫിന് വേണ്ടി ഇങ്ങനെ സെക്കൻഡ് ഫീൽഡിൽ പ്ലേ ചെയ്ത് ഞാൻ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ട്. പീപ്പിൾ ഹു സ്റ്റേ ഇൻ ദ വെസ്റ്റ് സോഷ്യൽ ഇൻഡെക്സിലോ അധികം ഈ മറ്റു മനുഷ്യരെ ഒന്നും മനസ്സിലാക്കാനുള്ള എല്ലാം ഒരു കോമ്പറ്റൻസിന്റെ ദൃഷ്ടിയിൽ, എല്ലാം ഒരു ടെക്നിക്കൽ പ്രോബ്ലത്തിന്റെ ദൃഷ്ടിയിൽ കാണുന്ന ഒരു കക്ഷിയാണെന്നാണ് ഈ പ്രസ്തുത കക്ഷി എനിക്ക് മനസ്സിലായത്. അപ്പോ ആ ഒരു മറ്റേ ഇതിന്റെ ഉള്ളില് ഇങ്ങനെ ഞാൻ സസ്പെക്ട് ചെയ്തിരുന്നു. പക്ഷെ ഈ ഞങ്ങളുടെ മീറ്റിംഗ് അറേഞ്ച് ചെയ്ത ആള് ഒരു രണ്ടുപേർക്ക് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഹി ഷോഡ് സം ഇൻട്രസ്റ്റ് ഇൻ മീ ആൻഡ് ഐ ആൾസോ ഡിസൈഡഡ് ദാറ്റ്. ഓക്കെ, അപ്പൊ ഞാൻ കുറച്ചുപേരോടൊക്കെ പറഞ്ഞു, ഓക്കെ ഇത് എനിക്കറിയില്ല ഹൗ തിങ്സ് വിൽ ഗോ. അപ്പോ ഓക്കെ, ഫൈനലി ദ ഡേ അറൈവ്ഡ്. അപ്പോ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ ഒരു ബുക്ക് സ്റ്റാളിനെ ചുറ്റിപ്പറ്റി ഒരു എന്താ പറയാ അന്നത്തെ കാലത്ത്, അതായത് കേരള കൾച്ചറിനെ സംബന്ധിച്ച് ഒരു ടെക് കൾച്ചർ ഉണ്ടാക്കി. അപ്പൊ ആ കൾച്ചറിൽ പല ക്ലാനുകളായിട്ട് ആൾക്കാർ അങ്ങോട്ട് ഇങ്ങോട്ട് ഇന്ററാക്ട് ചെയ്യും. അതിനെ പറ്റി പൊളിറ്റിക്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവരെല്ലാവരും ഇൻഡസ്ട്രിയിലോട്ടും സ്വന്തം ഗരാജ് ഓപ്പറേഷനിലോട്ടും സ്വന്തം ബിസിനസ്സിലോട്ടും ഷിഫ്റ്റ് ചെയ്യുന്നു. ഒരു സെറ്റ് ഓഫ് ആൾക്കാർ, റേറ്റ് ഉള്ള ആൾക്കാർ വെസ്റ്റിലോട്ട് പോയിട്ട് അവിടെ പോയിട്ട് ദേ ക്യാരി ദ ടെക്നിക്കൽ തിങ്. പീപ്പിൾ ഹു ആർ ലെഫ്റ്റ് ബിഹൈൻഡ്, പീപ്പിൾ ബിക്കോസ് ഓഫ് ഡൊമസ്റ്റിക് റീസൺസ്, പിന്നെ ചിലപ്പോ പ്രോപ്പർ ഓപ്പർച്യൂണിറ്റി കിട്ടാത്തവര് ഇവിടെ ഇന്ത്യൻ കോർപ്പറേറ്റ്സിൽ കുറച്ചുകൂടി ഒരു ഹോളിസ്റ്റിക് ലെവലിൽ അവർ ഗ്രോ ചെയ്ത്. ഇപ്പൊ പീപ്പിൾ ഹു where hardcore techies needs to balance some operational and strategic skills, or at least in order to survive in the consulting industry. അവിടെയാണ് പേയ്മെന്റ് ഉണ്ടായിരുന്നത്. സിസ്റ്റം സോഫ്റ്റ്വെയർ അങ്ങനെ അവന്യൂസ് ഉണ്ടായിരുന്നില്ല. ബട്ട് പീപ്പിൾ ലൈക്ക് മീ സ്റ്റിൽ കണ്ടിന്യൂ എക്സ്പ്ലോറിങ് തിങ്സ്. അപ്പോൾ ഈ പിന്നെ ഇൻഡസ്ട്രി ഇത് ചെയ്തത് ഒരു എന്റർപ്രൈസ് റെലവെന്റാണ്. അപ്പോൾ അപ്പൊ ഞാൻ അതിനെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോൾ കിട്ടിയൊരു മോഡൽ തിങ്ക്, പ്ലാൻ, ബിൽഡ്, വെരിഫൈ, ഡിപ്ലോയ്. 5 ലെയർ ആയിട്ടാണ് അതിലുണ്ട്. അപ്പൊ തിങ്ക് ആൻഡ് പ്ലാനിലാണ് ഞാൻ ഫോക്കസ് ചെയ്തിരുന്നത്. കാരണം ബിൽഡിംഗ് ഇൻ സിസ്റ്റം സോഫ്റ്റ്വെയർ സെൻസ് ഐ ക്യാൻ ഡു, ബിക്കോസ് ഐ വർക്ക് ഇൻ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ്, കമ്പൈലേഴ്സ്, മറ്റേ CAD, CAM അങ്ങനെയുള്ള സ്ഥലത്ത് സിസ്റ്റം സോഫ്റ്റ്വെയറിലേക്ക് വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് അവിടെ ബിൽഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ബിൽഡിംഗ് എന്റർപ്രൈസ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞ സാധനം ഒരു ടീം ഗെയിമാണ്. അത് മാത്രമല്ല ഒരു ലോജിക്കൽ ഇതല്ല, അതൊരു ഫിസിക്കൽ ഗെയിമാണ്. അപ്പോ പീപ്പിൾ ഹു ആർ ഇൻ ദ അഡ്വാൻസ് സ്റ്റേജ് ഷുഡ് നോട്ട് ട്രൈ ടു delve that into deliver. അപ്പൊ ബിൽഡ്, വെരിഫൈ ആൻഡ് ആക്ടില് എന്റർപ്രൈസ് സെറ്റിംഗ്സിൽ ഞാൻ അധികം വർക്ക് ചെയ്തിട്ടില്ല. ഞാൻ മിക്കതും തിങ്ക് ആൻഡ് പ്ലാനിലാണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. ബിൽഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ സ്മോൾ കമ്പനീസിൽ ആണ് ഞാൻ വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ ലാർജ് കമ്പനീസിൽ ബിൽഡ്, വെരിഫൈ ആൻഡ് ഡിപ്ലോയ്, അപ്പൊ അങ്ങനെ ഒരു ബയാസ് ഉണ്ട്. അപ്പോൾ തിങ്ക് ആൻഡ് പ്ലാൻ, അപ്പൊ സ്ട്രാറ്റജൈസ് ചെയ്യാനും ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ, ഈ 3 കാര്യങ്ങളിൽ I worked a lot. അപ്പൊ ആ ഒരു പാർട്ടില് എഞ്ചിനീയറിംഗ് സ്കില്ലും ഉണ്ട്, ഓപ്പറേഷണൽ സ്കിൽസും ഉണ്ട്. ഐ നോ ടു സ്ട്രാറ്റജൈസ് ആൻഡ് സെറ്റപ്പ് മറ്റേ പ്രാക്ടീസ് സെന്റേഴ്സ് ഓഫ് മൊബൈൽ ഡെവലപ്മെന്റ് അങ്ങനത്തെ. പിന്നെ അതേമാതിരി എഞ്ചിനീയറിംഗ് സെന്റേഴ്സ്, പിന്നെ മറ്റേ കമ്പനീസ് ബൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു സ്റ്റാർട്ടപ്പില് ഐ ബൂട്ട് സ്റ്റാർട്ട് ഇറ്റ് ആൻഡ് ദെൻ ഐ ഓപ്പറേറ്റഡ് ഇറ്റ് ഫോർ ക്ലോസ് ടു 27 months. അപ്പൊ obviously I think, okay, somebody who is interested in setting up an operation in India would see me with greater in a greater lens. അപ്പൊ ഒരു ചെറിയൊരു പ്രോബ്ലം ഇരിക്കുന്നത് വെച്ചാൽ, ഇഫ് യു ആർ എ ഗുഡ് ടെക്കി, നിങ്ങൾക്ക് മറ്റേ ആൾക്കാരെ ഓപ്പറേഷണൽ റോളോ മറ്റേ എക്സിക്യൂട്ടീവ് റോളോ തരുന്നത്, യു ആർ സപ്പോസ് ടു ഡു ടെക്കി. അപ്പൊ അതിനൊരു ആഫ്റ്റർ 40, ഇഫ് യു ട്രൈ ടു ടേക്ക് എ ടെക് റോൾ in any company, the problem is that some operational guy or a executive guy will come and call shots, and then okay, he will make your life miserable.
അപ്പൊ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് ടെക്കി ഷുഡ് ഗെറ്റ് സം കൈൻഡ് ഓഫ് എ ഹാൻഡിൽ ഓൺ ദ ഓപ്പറേഷണൽ ആൻഡ് സ്ട്രാറ്റജിക് ആസ്പെക്ട്. എല്ലാത്ത സ്ഥലത്ത് ഞാൻ അങ്ങനെ കയറാറില്ല, കാരണം ദാറ്റ് ഈസ് ഗോയിങ് ടു ബി വെരി ഫാറ്റൽ. അപ്പൊ ഇതിന്റെ ഈ ഇങ്ങനത്തെ ഒരു ഡൈനാമിക്സ് കുറെ ഉണ്ട്. പിന്നെ ഇപ്പൊ ഈ വെസ്റ്റിലേക്ക് അധികാരം നിന്നവർക്ക് ഒരു ലോസ് ഓഫ് സെൽഫ് ഒപ്പീനിയൻ അബൌട്ട് അവർ സെൽസ് ഉണ്ട്. അത് അവർ പ്രൊജക്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുള്ള ആട്രിബ്യൂട്ട് ഇല്ലാത്ത ആൾക്കാരുടെ മേലേക്ക് പ്രൊജക്ട് ചെയ്ത് അവൻ എന്തിനു കൊള്ളാം, ആ ഒരു ആറ്റിറ്റ്യൂഡും ഒരു ബയാസ് അവിടെ നിന്നുണ്ട്. അപ്പോ ഇപ്പൊ ഇവിടെ നിന്നാണെങ്കിൽ കാരണം അപ്പോ ഒരു ഫ്രിക്ഷൻ അവിടെ ഉണ്ട്. അപ്പൊ ഇനി അത് കഴിഞ്ഞിട്ട് തന്നെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ കുറെ ആൾക്കാർ വെസ്റ്റിൽ കുറെ കാലം നിന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഓപ്പറേഷൻസ് തുടങ്ങിയവരുണ്ട്. അവർ ആദ്യകാലം അവർ ആ സാധനം ചെയ്തിട്ട് സർവീസ് കമ്പനി നടത്തുന്നവർക്ക് കുറച്ച് കഴിയുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാവും. ദേ റൺ ദർ ഓപ്പറേഷൻ along that line. But there are some people who think that okay, they can build Western style excellence in Kerala. പക്ഷെ അത് പലപ്പോഴും നല്ലൊരു ഇന്റലക്ച്വൽ വയലൻസ് അവിടെ നടക്കുന്നത്. പീപ്പിൾ ആർ കംപ്ലൈങ് ബിക്കോസ് ഓക്കെ പേ ഈസ് കമ്പാരിറ്റീവ്ലി ഹൈ. അങ്ങനത്തെ കമ്പനികളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ചുറ്റുള്ള ആൾക്കാരുടെ പുച്ഛമാണ്, അവർക്ക് അവരുടെ ഡൊമസ്റ്റിക് ലെവൽ ലൈഫ് തന്നെ കൊള്ളാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ എങ്ങനെയാണ് കൾച്ചറൽ സെൻസിറ്റിവിറ്റി അത് പിന്നെ അതേമാതിരി തന്നെ ഈ പല കാര്യങ്ങളെ എങ്ങനെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുക എന്നുള്ളത് ഒരു ആർട്ടാണ്. ഇപ്പോ എനി കൈൻഡ് ഓഫ് എക്സലൻസ് നമുക്ക് ഒരു നാട്ടിൽ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ കുറെ കാര്യങ്ങൾ, കുറെ പ്രീ റിക്വസിറ്റ്സ് ഉണ്ട്. അത് സ്റ്റേജിലായിട്ട് കൊണ്ടുവരാൻ പറ്റുള്ളൂ. പിന്നെ ഇവിടെ ഏത് ടൈപ്പ് ജോബ്സ് ആണ് ഡോമിനന്റ്, ദർ ഇസ് എ ടെൻഡൻസി ദാറ്റ് പീപ്പിൾ വിൽ ഒപ്റ്റിമൈസ് ഫോർ ദാറ്റ്. അപ്പോ ഈ വർക്കിംഗ് വിത്ത് പ്രൊഡക്റ്റ് കമ്പനീസ് ഓർ ദോസ് കൈൻഡ് ഓഫ് തിങ്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ, then you need to put extra effort and most people are not willing to do it. അതൊരു കൾച്ചറൽ പ്രോബ്ലം ഉണ്ട്. അത് അഡ്രസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്ക് അറിഞ്ഞില്ല. ഓക്കെ, അതായത് അപ്പൊ അത്യാവശ്യം ചുറ്റുപാടുള്ള വീട്ടിലെ പിള്ളേരൊന്നും അങ്ങനെയൊന്നും പെട്ടെന്ന് ചെയ്യുന്നില്ല. അപ്പൊ ഒരു ആൾ ടുഗദർ ഡിഫറെന്റ് ഡൈനാമിക്സ് ആണ് സെറ്റിംഗ് അപ്പ് ആൻ ഓപ്പറേഷൻ ഹിയർ ആൻഡ് ദെൻ റണ്ണിങ് ഇറ്റ്. അപ്പോ ഒരു സിന്റാറ്റിക് ലെവലിലേ പറ്റുള്ളൂ. ഇഫ് യു വാണ്ട് എക്സലൻസ് ഇൻ എവറി ഫ്രണ്ട്, ദാറ്റ് ഇസ് ഗോയിങ് ടു ഫെയിൽ. ഇപ്പൊ ഞാൻ കുറച്ച് കമ്പനീസിനെ അറിയാം. അതായത് സർവീസസ് കമ്പനി ഈസ് ഓൾ അബൌട്ട് സ്ട്രക്ചർ. അപ്പൊ നമുക്ക് അങ്ങനെയാണ് മറ്റേ എന്താ പറയാ ഈ സാധനങ്ങൾ മറ്റേ എന്താ പറയാ ഓടിച്ചു കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അപ്പോ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ കാര്യങ്ങൾ ഇരിക്കുമ്പോ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെയാണ് ഇവര് മറ്റേ എന്താ പറയാ ഈ അമേരിക്കൻ വെസ്റ്റേൺ മെറിറ്റോക്രസി ഇങ്ങോട്ടേക്ക് ഒറ്റയടിക്ക് കൊണ്ടുവരാന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. ഇനിയിപ്പോ ഇങ്ങനെ അങ്ങനെ വന്നാൽ തന്നെ ഇപ്പൊ പീപ്പിൾ ഇതിനു മുമ്പൊക്കെ ഇങ്ങനെ പല എക്സലൻസ് സെന്റേഴ്സ് ഉണ്ടാക്കാൻ നോക്കിയിട്ട് അവിടെ നിന്ന് ആൾക്കാർ മറ്റ് ബെറ്റർ കമ്പനീസിലോട്ട് ചാടി പോകുന്നില്ല. എവിടെയാണോ ആ എക്സലൻസ് ഇൻക്യുബേറ്റ് ചെയ്യപ്പെട്ടത് അത് നടന്നിട്ടില്ല. അപ്പോ എനിക്ക് തന്നെ എന്റെ ചുറ്റും CXOസും ഡയറക്ടേഴ്സും ഒക്കെ ഉണ്ട്. അവരെല്ലാവരും പറയുന്നത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ എക്സലൻസ് കൂട്ടാൻ ശ്രമിക്കാത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ they won't stay with us. അപ്പൊ എന്താ ഞങ്ങൾക്ക് മോട്ടിവേഷൻ ഉള്ളത്? അപ്പൊ നമുക്ക് നമ്മുടെ കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കാം. അപ്പൊ ഇങ്ങനെ ഒരു എസെൻഷ്യലിസം കൂടുന്നുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തില് അപ്പൊ അത് ബാലൻസ് ചെയ്തു. അപ്പൊ ഐ നോ ഓക്കെ വട്ട് എ കമ്പനി വിച്ച് ഈസ് ഇൻക്യുബേറ്റഡ് ഇൻ വെസ്റ്റ് ഈസ് ലുക്കിംഗ് ആദ്യകാലങ്ങളിലേക്ക് ഇത് കോസ്റ്റ് ആയിരുന്നെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോ എന്താ പറയാ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ ഇവിടെ നിന്ന് മാനേജ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ ഇപ്പൊ താങ്ക്സ് ടു അജൈൽ ആൻഡ് ബെറ്റർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പ്രാക്ടീസസ് ടൂൾസ് ഒരു ഓപ്പൺ ഡിപ്ലോയ്മെന്റിലും എല്ലാത്തൊരു യൂണിഫോമിറ്റി വന്നപ്പോ now high quality products can be developed from India എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. പക്ഷെ അതിലോട്ടുള്ള സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി ഓർഗനൈസേഷൻ വിൽ ടേക്ക് 18 to 36 months. അല്ലാതെ ഒന്നും ഇത് പറ്റുമൊന്നുമില്ല. അപ്പൊ ആ ഒരു രീതിയിലുള്ള ഒരു കമ്മിറ്റ്മെന്റും അങ്ങനെ ഒരു അവയർനെസ്സോടെ അത് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ആ ഒരു സെറ്റിംഗിലാണ് അവിടെ ഇരിക്കുന്നത്. അപ്പോ പ്രസ്തുത കക്ഷി വന്നിട്ട് ഇപ്പൊ എന്റെ ഇന്റർവ്യൂർ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് തന്നെ പുള്ളിയുടെ പ്രൊഡക്റ്റ് ആണ്. ഇപ്പൊ ദാറ്റ് ഡിഡ്ന്റ് ഗോ വെൽ വിത്ത് മീ. കാരണം we are meeting after a long time, so some kind of a pleasantries exchange ചെയ്യണം. So I took some initiative, but he was not showing that kind of an interest. But he got straight into this stuff. അപ്പൊ തന്നെ എനിക്ക് തോന്നി ഓക്കെ a victim of Western exceptionalism who is trying to impose that kind of an exception എന്താ പറയാ ഈ വെസ്റ്റിലുള്ള ഇപ്പൊ ഞാൻ പല ഈ തോട്ട് ലീഡേഴ്സിനെയൊക്കെ കണ്ടിട്ടുണ്ട്. if you don't follow the Western way of doing things, okay, you can't do excellence. അതൊരു മിത്താണ്. പക്ഷെ സ്റ്റാറ്റിസ്റ്റിക്കലി അവർക്കത് പ്ലോസിബിൾ ആയതുകൊണ്ട് നമുക്കൊന്നും പറയാനൊന്നും പറ്റുന്നില്ല. അപ്പോ ഇദ്ദേഹം കാര്യങ്ങളെ കുറിച്ച് പ്രൊഡക്റ്റ് കാണിച്ചു. അപ്പൊ ഞാൻ I was trying to make it an interactive discussion by asking questions this that and so that he feel that okay I am able to mirror him. Okay,
but I don't know whether he was interested in hearing me. Okay, and at some point in time, okay, so discussion drifted for 45 minutes. Okay, so I thought we will actually get into the next level of thing. At that point in time, all from the blue, he asked about which is the area you are comfortable. So being a generalist, okay, എനിക്ക് അങ്ങനെ ഒരു കംഫർട്ടബിൾ ഏരിയ ഇല്ല. എനിക്കൊരു ഇന്റലക്ച്വൽ ലെവൽ ഉണ്ട്. 4 ലെവലിന് താഴെയുള്ള ഏത് സാധനവും I will go and figure out and then actually do it. I will do homework and then I will do it. That is a kind of person. ഇപ്പൊ എന്റെ പ്രൊജക്റ്റ് എന്റെ റെസ്യൂം കണ്ടാൽ അറിയാൻ പറ്റും. അങ്ങനെ വാലിഡ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ആൻഡ് ദാറ്റ് ഹസ് വർക്ക്ഡ് വെൽ ഫോർ മീ. സോ ദാറ്റ് ഓക്കെ, എനിക്ക് ഞാൻ പ്ലേ ചെയ്ത എല്ലാ സ്ഥലത്തും, അതായത് പ്രോഗ്രാമിങ്ങിലും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗിലും മറ്റേ ആർക്കിടെക്ചറിലും ഡിസൈനിലും, ഇനിയിപ്പോ നമ്മള് ഓപ്പറേഷൻസ് റോൾ ചെയ്തപ്പോഴും പിന്നെ എന്താ പറയുക എക്സിക്യൂട്ടീവ് റോൾ ചെയ്തപ്പോഴും എല്ലാ റോളായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡെസിഗ്നേഷൻ ആയിട്ട് ഞാൻ സൊല്യൂഷൻ ആർക്കിടെക്റ്റിനെ പുറത്തേക്ക് ചെയ്യാൻ പ്രിഫർ ചെയ്യുന്നില്ല. ലാസ്റ്റ് കമ്പനി വാസ് ആൻ എക്സെപ്ഷൻ. അപ്പോൾ അങ്ങനെ ഒരു എക്സ്പെക്ടിങ് കൈയോട് ഒരു അപ്പൊ ഞാനിപ്പോ എനിക്ക് തോന്നിയത് DSL ആയിരുന്നു. അപ്പൊ DSL എന്ന് പറഞ്ഞു കഴിഞ്ഞാല് somebody ഞാനിപ്പോ വിചാരിച്ചാൽ എങ്ങനെയാണ് ഒരു ബിസിനസ് ഫങ്ഷണൽ ഡൊമൈൻ ഒരു ഒബ്ജക്ട് മോഡൽ ഉണ്ടാക്കി അതിന്റെ മുകളിൽ എങ്ങനെ നമുക്കൊരു ലാംഗ്വേജ് ഡിസൈൻ ചെയ്യാന്നുള്ളതാണ് അതിന്റെ മെയിൻ സാധനം. ദെൻ ഹൗ യു കൻ ആക്ച്വലി പാർസ് ഇറ്റ് ആൻഡ് ദെൻ എക്സിക്യൂട്ട് ഇറ്റ് യൂസിങ് സംതിങ് കോൾഡ് AST. അപ്പൊ ഇതാണ് അതിന്റെ കാര്യം. ഇപ്പൊ ബാക്ക് എൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ couple of places okay I have generated .NET and in one places okay bytecode ഉണ്ട്. പിന്നെ my compiler has got a backend for this one as well, but LLVM. Okay, അപ്പോ he began to ask about static single assignment. Static single assignment ഒരു ഒപ്റ്റിമൈസേഷൻ ടെക്നിക് ആണ്. ഒരു ഇന്റർമീഡിയറ്റ് ലാംഗ്വേജിൽ വന്നിട്ട് LHS-ൽ ഒരു വേരിയബിൾ ഒരു പ്രാവശ്യം അസൈൻ ചെയ്യുക എന്നുള്ളത് ഉറപ്പുവരുത്തും. മൾട്ടിപ്പിൾ ടൈം അസൈൻമെന്റ് ഉണ്ടെങ്കിൽ ടെമ്പററീസ് ഉണ്ടാക്കിയിട്ട് ചെയ്യും. സോ ദാറ്റ് ഓക്കെ യുവർ കോഡ് ഈസ് ആക്ച്വലി അമനബിൾ ഫോർ ഡൗൺ സ്ട്രീം ഒപ്റ്റിമൈസേഷൻ. അപ്പൊ എനിക്ക് അതിനെ കുറിച്ച് ഒരു ബേസിക് ഐഡിയ ഉള്ളൂ. 90s നോക്കിയ ടോപ്പിക്കാണ്. ആഫ്റ്റർ LLVM ഹാസ് കം ഓക്കെ പീപ്പിൾ ഡോണ്ട് ഓപ്പറേറ്റ് അറ്റ് ദാറ്റ് ലെവൽ അൺലെസ് യു ആർ എ കമ്പൈലർ ബാക്ക് എൻഡ്. അപ്പൊ ഞാനത് പറഞ്ഞു. അപ്പൊ അതിനു മുമ്പ് തന്നെ ഞാൻ ക്ലിയർ ചെയ്തിരുന്നു, ഞാൻ ഐ ആം വില്ലിംഗ് ടു കം ഇൻ ഓർഡർ ടു സീ ഒരു ടെക്നിക്കൽ റോള് ഓവർസീ ചെയ്യാം. പക്ഷെ മറ്റേ അവിടെ വന്നിട്ട് മറ്റേ ഈ ടെക്നിക്കൽ ഡെലിവറബിള് എന്റെ റെസ്പോൺസിബിലിറ്റി ആയി കഴിഞ്ഞാൽ പ്രശ്നം എന്ന് വെച്ചാൽ they will actually bring some operational layer and then they will take call shots at me. Okay, so I am only interested coming that. അപ്പൊ ഈ ഒരു ടെക്നോളജി പാരഡോക്സ് ഉണ്ട്. അതായത് യു ആർ കോമ്പറ്റന്റ് ടു റൺ ദ ഷോ but they expect you to work at a technical level. So അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചാൽ പൊളിറ്റിക്കൽ പവർ മറ്റുള്ളവരത്തേക്കും. അപ്പോൾ വർക്കിംഗ് വിത്ത് ദീസ് കൈൻഡ് ഓഫ് സ്റ്റാർട്ടപ്സ് ഓർ ഹെക്ടിക് എൻഗേജ്മെന്റിൽ അൺലെസ് യു ഹാവ് ഗോട്ട് പൊളിറ്റിക്കൽ പവർ അത് ഈ പൊളിറ്റിക്കൽ പവറിന്റെ ഒരു പ്രോബ്ലം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ മറ്റേ എന്റർപ്രൈസിലും ഈ എന്താ പറയുക ഡെലിവറി റോൾസിലോട്ട് പൊതുവെ തിങ്ക് ആൻഡ് പ്ലാനിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ so he began to ask about okay how you can actually create if you are designing a concurrent language. ഇപ്പൊ കൺകറന്റ് DSL വേണമെങ്കിൽ ഉണ്ടാക്കാം. സി ഇവിടെ ഒരു പ്രോബ്ലം ഇരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോ ഐ കം ഫ്രം എ സിസ്റ്റം സോഫ്റ്റ്വെയർ ബാക്ക്ഗ്രൗണ്ട്. ഒക്കെ റിട്ടേൺ ട്രാൻസ്പൈലേഴ്സ് കമ്പൈലേഴ്സ് നേറ്റീവ് കോഡ് ഡൈനാമിക് കമ്പൈലർ ഒക്കെ എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ഈ ഓഫ് കോഴ്സ് ഓക്കെ ഒരു ഒപ്റ്റിമൈസിങ് കമ്പൈലർ അല്ല എഴുതിയേക്കണേ. കാരണം ഐ വർക്ക് വിത്ത് കമ്പൈലേഴ്സ് ഒക്കെ വെൻ ഈ ഫീൽഡൊന്നും ഇത്ര ഇവോൾവ് ആയിരുന്നില്ല. ആൻഡ് ഇപ്പൊ ഞാൻ അന്ന് എന്റെ ഫസ്റ്റ് കമ്പൈലർ 95 എഴുതുമ്പോൾ എനിക്ക് ഏതാണ്ട് ഒരാളെ അറിയാൻ പാടുള്ളൂ റിട്ടേൺ കമ്പൈലർ. ഓക്കെ, അപ്പോ അങ്ങനെ ആ ഒരു ഇതില് അങ്ങനെ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് അങ്ങനെ പല സിസ്റ്റം സോഫ്റ്റ്വെയറിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കൊണ്ട് അപ്പോൾ ഐ ആം ഈ ലുക്കിംഗ് ഇറ്റ് ഫ്രം എങ്ങനെയാ വെച്ചാൽ കൺസെപ്ച്വൽ പോയിന്റ് ഓഫ് വ്യൂ എങ്ങനെ നമ്മൾ പാസ് ചെയ്ത പ്രൊജക്ട്സ് എങ്ങനെ ബെറ്റർ ആകും, എങ്ങനെയാണ് ന്യൂ തിങ്സ് വർക്ക് ചെയ്യുന്നത്, ഇതിനെക്കുറിച്ചൊക്കെ അവെയറായി ആവശ്യത്തിനുള്ള കോഡിന്റെ ഫംഗ്ഷനാലിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള കോഡ് ഹാൻഡ്സ് ഓൺ ആയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ ഐ ക്യാൻ റൈറ്റ് എൻ SQL interpreter for sure, but my SQL skills are not that big because I don't write SQL on a day-to-day basis. So if somebody is working with SQL Server latest version, അത് ചെയ്യാൻ പറ്റും. In concurrency as well, okay, I do know about sequential programming, parallel programming, concurrent programming, and distributed programming. I worked with all of these things, and then I have written a book on reactive programming. So that shows that I know shared memory, parallel programming, and concurrent programming really well. About
അപ്പൊ ഇപ്പൊ ഐ ക്യാൻ റൈറ്റ് എ DSL for concurrent. I can write a concurrent DSL for sure, but I have written DSLs which can be run concurrently or in multiple threads. Okay. അപ്പോ ഈ ഡിസ്കഷൻ അങ്ങനെ പോയി. അപ്പൊ അങ്ങനെ പോയി കഴിഞ്ഞപ്പോ by that time I lost interest with this guy. This guy is actually either trying to show off or okay, he's actually trying to prove his intellectual supremacy. Whereas okay, പുള്ളി അത്ര വലിയ സൊഫിസ്റ്റിക്കേറ്റഡും സ്മാർട്ടും അല്ല എന്നാണ് എനിക്ക് റീഡിങ് തോന്നിയത്. അതായത് ഇപ്പൊ ഈ സംസർഗം കൊണ്ട് പാണ്ഡിത്യം ഉണ്ടെന്ന് കൺഫ്യൂസ് ചെയ്യുന്നതാണ്. കാരണം എനിക്ക് തോന്നുന്നില്ല ഡെലിവറബിൾസിന്റെ ബേസിസിലാണെങ്കിൽ. അങ്ങനെയാണെങ്കിൽ മറ്റേ മനസ്സിലാക്കും. അപ്പൊ ബൈ ദാറ്റ് ടൈം ഇപ്പൊ ഞാൻ ആ ഇന്റർവ്യൂവിൽ എനിക്ക് നോർമൽ ഇന്റർവ്യൂ ആയിരുന്നെങ്കിൽ ഞാൻ എവിടെ ആക്ച്വലി ബ്ലോക്ക് ഇറ്റ്, എവിടെ ചലഞ്ച് ചെയ്യും. പക്ഷെ ഇതെനിക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ there are people involved in between us and there is an ecosystem also which knows both of us. അപ്പൊ ഈ വീഡിയോ ഞാൻ തന്നെ പിടിക്കുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാല് he might actually tell this to a lot of people. Okay. And it can bring professional harm to me. Okay. അപ്പൊ ഇപ്പൊ എന്റെ കേസ് എന്താന്ന് വെച്ചാൽ നാളെ ആരെങ്കിലും ഇത് എടുത്ത് നോക്കുകയാണെങ്കിൽ ഇത് അറിയാൻ പറ്റണം. അപ്പൊ അത്രയൊരു ഇൻട്രസ്റ്റ് ഉള്ളൂ. അപ്പൊ പുള്ളി he was trying to, then he was actually talking about okay, what are the options, concurrency options available, which see, for me concurrency is a solved problem. That's why you have got high level libraries like task parallel library and parallel in C#, RX അല്ലെങ്കിൽ RX പ്രോഗ്രാമിംഗ് മോഡൽ വെച്ചിട്ട് നമുക്ക് കൺകറൻസി കുറഞ്ഞിട്ട് ഹാൻഡിൽ ചെയ്യാം. അല്ലെങ്കിൽ ഫ്യൂച്ചർ പ്രോമിസ് അല്ലെങ്കിൽ മറ്റേ അസിങ്ക വെയിറ്റ് അതൊക്കെ തരുന്നത് അതിനു വേണ്ടിയാണ്. അപ്പോ ഈ അതിനപ്പുറത്തേക്ക് in the 90s I used to do it and early 2000 as well as I have worked with. പിന്നെ ലോക്ക് ഫ്രീ പ്രോഗ്രാമിംഗിൽ കുറച്ച് ഞാൻ വർക്ക്. ഞാനിപ്പോ ലോക്ക് ഫ്രീ പ്രോഗ്രാമിംഗിൽ വർക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ ഹിന്റ് ഒക്കെ കൊടുത്തു. പക്ഷേ he was expecting some kind of a particular answer which ഇപ്പൊ ഇതൊരു ഇന്റർവ്യൂ ആണ്, ഒരു DSL എഞ്ചിനീയറിംഗിന്റെ ഇന്റർവ്യൂ ആണെങ്കിൽ ഓക്കെ, ഇഫ് ഐ ഹാവ് പ്രിപ്പയർഡ് ഒരു സിസ്റ്റം വണ്ണിലെ എന്റെ ഇരിക്കുന്ന സാധനം അല്ലാതെ അപ്പൊ എനിക്ക് ലേബറിംഗ് ഓഫ് ഇൻഫർമേഷന്റെ ഉള്ളിൽ നിന്ന് എനിക്ക് ഡ്രിൽ ചെയ്തെടുക്കണം. അപ്പൊ ആൻഡ് ഐ ലോസ്റ്റ് ഇൻട്രസ്റ്റ് ഇൻ ദിസ് ഗൈ. ഓക്കെ, ബൈ ദാറ്റ് ടൈം പിന്നെ എനിക്കും അടുത്ത് ജോയിൻ ചെയ്യണമെന്നൊന്നും എനിക്ക് തോന്നിയില്ല. അപ്പൊ അതാണ് ആ ഒരു പ്രോബ്ലം വന്നത്. അപ്പൊ ഈ പ്രസ്തുത കക്ഷിക്ക് ഒരു പ്രശ്നമുണ്ട്. അപ്പൊ പണ്ടൊരു ഗ്രൂപ്പിൽ ഞങ്ങൾ ഒരുമിച്ച് വന്നപ്പോൾ ഞാനൊരു വീഡിയോ പിടിച്ചു, വൈ JavaScript the way it is. അപ്പൊ ഞാനൊരു ബ്യൂട്ടിഫുൾ സ്റ്റോറി ഉണ്ടാക്കി അതിന് വേണ്ടി, അതായത് ടു സെറ്റ് ദ കോണ്ടെക്സ്റ്റ് സോ ദാറ്റ് ഐ ക്യാൻ എക്സ്പ്ലെയിൻ ഹൗ JavaScript evolved in a certain path. പുള്ളിക്ക് ആ വീഡിയോ പുള്ളി അത് എടുത്തു കഴിഞ്ഞപ്പോൾ പുള്ളി അത് കമന്റ് ചെയ്തതെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ള ടെക്നിക്കൽ ആക്യുറസിയെ കുറിച്ചൊക്കെയാണ് പുള്ളി ബോദർ ചെയ്തത്. ഇതൊരു സ്റ്റോറി, എ പ്ലോട്ട് ഇൻ ഓർഡർ ടു സെഡ്യൂസ് പീപ്പിൾ ഇൻ ടു അണ്ടർസ്റ്റാൻഡിങ് the difference between prototype hoop and class-based hoop, and why in the context of implementing prototype hoop, functional programming constructs inadvertently kept in and JavaScript became the way it is. A beautiful story, and a lot of people have consumed it there. They have thanked me and those kind of things. അപ്പൊ ഇതിന്റെ ഈ ബുദ്ധിമാന്മാരുടെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനൊരു ദിവസം ഞാൻ എപ്പോഴും ഇങ്ങനെ തമാശയ്ക്ക് പറയാറുണ്ട്, ശത്രുക്കൾ ശക്തമായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു എന്താ പറയാ, ഒരു നാടകീയ രൂപത്തിൽ ഞാൻ അവതരിപ്പിക്കണം. അപ്പൊ ഒരു ബുദ്ധിമാൻ ഒരു ദിവസം പറയാം, നിങ്ങളുടെ ഈ സംസാരത്തിന്റെ നാടകീയത സിനിമകളെ പോലും വരുന്നത്. അപ്പോഴാണ് അതൊരു ഡെലിബറേറ്റ് ആയിട്ട് പറയണതാണെന്ന് പോലും അയാൾക്ക് മനസ്സിലായില്ല എന്ന് എനിക്ക് മനസ്സിലായി. ലൈഫ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഞാൻ പറഞ്ഞുതരാം, ഒരു സാധാരണ മനുഷ്യന് 15 മിനിറ്റ് കൊണ്ട് മനസ്സിലാവുന്ന ഒരു കാര്യം ഒരു ബുദ്ധിമാന് 15 കൊല്ലം കൊണ്ട് മനസ്സിലാവുന്ന ഒരു അവസ്ഥയാണ് ലൈഫ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഒരു ഇഫ് ഹി ഹാസ് ട്രൈ ടു ഇംപ്രസ് മീ, പുള്ളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പുള്ളിയുടെ ഉണ്ടായിരുന്ന വില ഒട്ടുമില്ലാണ്ടായി. മനസ്സിലായില്ലേ? അതായത് ഈ ശ്രീനാരായണ ഗുരുവിന്റെ അടുത്ത് ഒരാൾ ഒരു ദിവസം ചോദിച്ചു, നിങ്ങൾ ആരാണ്? നിങ്ങൾ ബ്രാഹ്മണനാണെന്ന് ചോദിച്ചു. അപ്പൊ ശ്രീനാരായണ ഗുരു ഒന്നും മിണ്ടിയില്ല. അപ്പൊ എന്താ മിണ്ടാഞ്ഞ ഗുരു? അല്ല, കണ്ടാലറിയാത്തവൻ എങ്ങനെ കേട്ടാലറിയാം. അതായത് ശ്രീനാരായണന്റെ അവിടെ ഉദ്ദേശിച്ചത് ഒരു ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണാതീതനാണ്. അപ്പൊ ഗുണാതീതൻ ചാതുർവർണ്ണത്തിൽ വരില്ല എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിച്ചത്. അപ്പൊ അത് മനസ്സിലാക്കാൻ വിവരമില്ലാത്തവൻ എങ്ങനെ ഇത് ചെയ്യണേ? അപ്പോ ഈ ഇഫ് യു വാണ്ട് പീപ്പിൾ ടു ജോയിൻ, അപ്പൊ അവരെ ഇപ്പൊ സ്ക്രീൻ ചെയ്യുന്നതിനൊക്കെ സ്ട്രാറ്റജി ഉണ്ട്. യു വാണ്ട് ടു അണ്ടർസ്റ്റാൻഡ്, ഓക്കെ, ദിസ് ഗൈ ഈസ് ഓൾ ടോക്ക്, ഓക്കെ,
he might not deliver എന്നുണ്ടെങ്കിൽ there are umpteen number of ways by which he can actually judge me and decide, okay, that this is not the guy. But trying to ask questions in such in things, see, അപ്പൊ ഇതിനിടയ്ക്ക് എന്തോ C++ന്റെ ഡിസ്കഷൻ വന്നപ്പോൾ he clearly shied away from it. I'm sure that, okay, it's very risky for him to actually get into those kind of things. അപ്പൊ ഒരു ഇതെല്ലാം വരുന്നത് ഒരു അയാളുടെ ഒരു കുഴപ്പമോ എന്റെ ഒരു വ്യൂവിന്റെ അല്ല. ഇതൊരു ഈ ഓസ്മോസിസ് പ്രോബ്ലം പണ്ട് മുതലേ ഉണ്ട്. അതായത് വെസ്റ്റ് ഈസ് വർക്കിംഗ് ഇൻ സർട്ടൻ വേ, ഇന്ത്യ ഈസ് വർക്കിംഗ് ഇൻ സർട്ടൻ വേ. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ആ ഒരു അതിന്റെ ഇടയിൽ ഒരു അന്തർധാര ഇല്ല. അപ്പൊ ഈ പീപ്പിൾ ഹു ട്രൈ ടു ബാലൻസ് ദ ഈസ്റ്റ് ആൻഡ് ദ വെസ്റ്റ്, ദേ know how to do it and they will be able to deliver it as well. Okay, people who are not aware about the so if you എന്താണ് നമ്മുടെ നാട്ടിലെ ആൾക്കാരെ ഫേസ് ചെയ്യുന്ന പ്രോബ്ലം, നാട്ടുകാരായിട്ട് അലൈൻഡ് ആയിട്ടല്ലെങ്കിൽ യു വിൽ ബി നിങ്ങൾക്ക് വ്യക്തി ജീവിതം ഉണ്ടാവില്ല. കോർപ്പറേറ്റ് ആയിട്ട് അലൈൻമെന്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രൊഫഷണൽ ജീവിതം ഉണ്ടാവില്ല. കോർപ്പറേറ്റ് ആയിട്ട് അലൈൻ ചെയ്യുമ്പോൾ ഇവിടെ എന്താ പറയാ, സോഷ്യൽ ലൈഫിൽ സഫർ ചെയ്യും. സോഷ്യൽ ലൈഫായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ കോർപ്പറേറ്റ് ലൈഫിൽ സഫർ ചെയ്യും. രണ്ടുപേരും ബാലൻസ് ചെയ്യുമ്പോൾ രണ്ട് സ്ഥലത്തുനിന്നും കണ്ടു ചെയ്യും. അപ്പോൾ ഓടുക എന്നുള്ളൊരു സ്ട്രാറ്റജി ഉണ്ട്. സോ ദാറ്റ് ഓക്കെ വെൻ ദീസ് പീപ്പിൾ സ്റ്റോൺസ് അറ്റ് യു, അത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ആ ഒരു ഫൈൻ ബാലൻസിങ് ആർട്ട് ചെയ്ത ആൾക്കാരാണ് ഇതിന്റെ. ഇപ്പൊ ഇന്ത്യക്കാര് പൊട്ടന്മാരാണെന്നുള്ള ഒരു മെറ്റാഫിസിക്കൽ അസംഷനിൽ അവിടെ നിന്ന് ഇത് വരികയാണെങ്കിൽ ഇതെല്ലാം ഇതിനുള്ളത്. അപ്പൊ എനിക്ക് ഏറ്റവും വലിയ ചിരി വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇഫ് സംബഡി നീഡ്സ് ടു ആൻസർ the kind of in the direction which he was going, someone who has worked in the 90s at a system programming level നല്ല ഡീപ്പായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അങ്ങനത്തെ അന്നത്തെ ആൾക്കാർ either they will be CEOs or some of them are long gone dead. അപ്പൊ എന്തായിരുന്നു ഇതിന്റെ ഉദ്ദേശം? Was he trying to hire a person to start his operation, or was he hiring a garage team so that okay some kind of a cost can be saved? അങ്ങനെ രണ്ടാമത്താണെങ്കിൽ ഡെഫിനറ്റ്ലി ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് എന്നുള്ളത് എനിക്ക് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞത്. അപ്പോ ഇതൊരു അൺഹാപ്പി എക്സ്പീരിയൻസ് ആയിരുന്നു. അതായത് had it not been for the person who introduced both of us, ഞാൻ അപ്പൊ തന്നെ ഇന്റർവ്യൂ ഒരു എന്താ പറയാ അവിടം വരെ പോകില്ലായിരുന്നു. അപ്പൊ തന്നെ എൻജോയ്ഡ് എവറിത്തിങ്. അപ്പൊ ഒരു ഇന്റർവ്യൂ കഴിഞ്ഞപ്പോ ഒരു എന്താ പറയാ ഒരു മടയൻ എന്നെ ഹ്യൂമിലേറ്റ് ചെയ്ത മാതിരിയാ തോന്നി. അപ്പൊ ഞാനപ്പോ എന്റെ മോനോട് പറഞ്ഞു, എടാ നിന്റെയൊക്കെ മോൻ കണ്ടോണ്ടാണ് ഞാനത് സഹിച്ചത്, അല്ലെങ്കിൽ ഇത് ചെയ്യാൻ. അപ്പൊ ഒരു ആള് മറ്റേ സംസർഗം കൊണ്ട് കുറെ പദങ്ങൾ പഠിക്കുക, അയാളുടെ കയ്യില് മറ്റേ ഡ്യൂറസ് ഇരിക്കുക, അതായത് പവർ ഇരിക്കുക, എന്നിട്ട് അയാളുടെ വിംസിലുള്ള ഇതിലോട്ട് ഒരാൾ മാപ്പ് ചെയ്യണ്ടോന്ന് നോക്കുക എന്ന് പറഞ്ഞു. ഇതിൽ പരം വിട്ടിത്താൻ വേറെയൊന്നുമില്ല. അപ്പോ അസോസിയേറ്റിംഗ് വിത്ത് ദാറ്റ് പെർട്ടിക്കുലർ ഫെല്ലോ ഒരു എന്താ പറയാ ആത്മാഭിമാനമുള്ള ഒരാൾക്ക് ഒരിക്കലും പറ്റത്തില്ല. അപ്പോ ഇത് പറയാം. അപ്പൊ ഇത് ഒരു എന്താ പറയാ ജെമിനോസ് ഓഫീസിന് തോന്നിയ വരെ എന്തിനാണ് ഈ ലോകീടൊക്കെ ഇത് ചെയ്യണേ, അതേപോലെ തന്നെ അവർക്കും തോന്നുന്നുണ്ടോ ഇവരെന്തിനാണ് ഇത് ഇത്രയൊക്കെ ഇത് ചെയ്യണ്ടേ. അപ്പൊ ആ ഒരു ഇതിന്റെ ഇടയിൽ ഒരു പ്രശ്നമുണ്ട്. അതായത് ഇതൊന്നും അറിയാത്ത ആൾക്കാര് ഇതിപ്പോ ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ കുറെ സ്റ്റാർട്ടപ്സ് ഉണ്ട്. ഇപ്പോ മിക്ക ഈ ഇന്ത്യയിൽ നിന്ന് പോയ ആൾക്കാരും വെസ്റ്റിൽ പോയി ആദ്യകാലങ്ങളിൽ അവര് എംപ്ലോയീസ് ആയിട്ട് ജീവിച്ചടിച്ചു വിളിക്കാന്ന് വിചാരിച്ചാൽ അവർക്ക് കുറെ കാലം കഴിയാൻ പറ്റും. പക്ഷെ ഇന്ന് ഇന്നർ സിറ്റീസിലൊക്കെ ജീവിക്കാനുള്ള പ്രശ്നം ഇപ്പൊ പലരും ഓണ്ടർപ്രണർഷിപ്പിലോട്ട് ഡ്രിഫ്റ്റ് ചെയ്യണത് കാണാം. അപ്പൊ അവർക്കൊരു AI ഇസ് ദി ലാസ്റ്റ് റിസോർട്ട്. അപ്പോ നൗ ഓർ നെവർ എന്നുള്ള ടൈപ്പ് ഓഫ് സ്റ്റാർട്ടപ്സ് ആയിരിക്കും ഇതെല്ലാം എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അതിന്റെ ഉള്ളില് അങ്ങനെ പറ്റി നടത്തുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതിന്റെ ഒരു ഭാഗമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പൊ ബേസിക്കലി എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പൊ ഞാൻ ഇതിനെ കുറിച്ച് കുറച്ച് പേരോട് ഞാൻ സംസാരിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് സിമിലർ ഫീഡ്ബാക്ക് തന്നെ കിട്ടി. അതായത് വെസ്റ്റേണേഴ്സ് എപ്പോൾ ഇന്റർവ്യൂ ചെയ്യുമ്പോഴും നമ്മളെ മറ്റേ സ്കില്ലിലോട്ട് ഇത് ചെയ്യാൻ നോക്കും. പക്ഷെ നമ്മുടെ ഇവിടുത്തെ കാര്യങ്ങൾ പലപ്പോഴും ഈവൻ സ്മാർട്ട് ആൾക്കാരാണെങ്കിൽ പോലും ദേ കട്ട് അക്രോസ് ദ സ്പെക്ട്രം വൈൽ വർക്കിംഗ്. അതായത് നമുക്ക് ക്ലയന്റ് റിലേഷൻഷിപ്പ് എല്ലാ സാധനവും നമുക്ക് ചെയ്യേണ്ടി വരും. അതേപോലെ തന്നെ ഇൻ ദ ഏജ് ഓഫ് ജനറേറ്റീവ് AI ആൻഡ് വെൻ മൂവ് കോഴ്സസ് ആൻഡ് ടെക്നിക്കൽ ഇൻഫർമേഷൻ ഈസ് റാമ്പന്റ്. അപ്പോ
മോസ്റ്റ് തിങ്സ് ക്യാൻ ബി ഫിഗർഡ് ഔട്ട് ആൻഡ് ദെൻ ഡൺ ഇറ്റ്. അതിന്റെ അപ്പുറത്തേക്കുള്ള ഒരു കാര്യമല്ല. ഇപ്പൊ എന്താ പറയാന്ന് വെച്ചാല്, ഇപ്പോ നെക്സ്റ്റ് ജനറേഷൻ ന്യൂറൽ നെറ്റ്വർക്ക് ആർക്കിടെക്ചറിന്റെ കമ്പനി ഒന്നും അല്ല അദ്ദേഹം നടത്തുന്നത്, മനസ്സിലായില്ലേ? അപ്പോ ഇനി അല്ലെങ്കിൽ ഇപ്പൊ R&D ഉണ്ടെങ്കിൽ തന്നെ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്. അപ്പൊ ആ ഒരു 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 പ്രോബ്ലം ഉണ്ട്. അപ്പൊ ഈ ഇത് ബാംഗ്ലൂരിൽ നിന്നൊക്കെ മറ്റേ കൊച്ചിയിലേക്ക് വന്നിട്ട് പണ്ട് മുതലേ ഒരു കൊച്ചിയിലുള്ളവർക്ക് അവരങ്ങനെയാണല്ലോ. അപ്പൊ ഈ ഫ്രിക്ഷൻ ഞാൻ എല്ലാ സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അതായത് ട്രൈങ് ടു ഇമ്പോസ് വെസ്റ്റേൺ വേ ഓഫ് വർക്കിംഗ് ഓൺ ടു. ഇപ്പൊ ബാംഗ്ലൂർ പിന്നെയും നടക്കും, കാരണം അതൊരു മെൽറ്റിംഗ് പോട്ട് കൾച്ചറാണ്. പീപ്പിൾ ഫ്രം സിലിഗുരി ഓർ ജോധ്പൂർ ആർ കമ്മിങ് ഡൗൺ ടു ബാംഗ്ലൂർ ഇൻ ഓർഡർ ടു മേക്ക് എ ലിവിംഗ്. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താ വെച്ചാൽ അവർക്ക് അവിടെ ഒരു അസ്തിത്വം ഇല്ല. അപ്പോ പക്ഷെ കേരളത്തിലെ ആൾക്കാർ കേരളത്തിൽ നിൽക്കുന്നതെന്ന് വെച്ചാൽ അത്യാവശ്യം വീടിന് ചുറ്റുപാടും പാരലൽ പ്രഷറും അങ്ങനെയൊക്കെയുള്ള കാരണം. അപ്പോൾ അവരൊന്നും നമുക്ക് മറ്റേ അത് കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയുള്ളവരാണ്. അവരൊന്നും നമുക്ക് ഈ മറ്റേ വെസ്റ്റേൺ ഓപ്പർച്യൂണിറ്റി ഒന്നും കാണിച്ചിട്ടൊന്നും അവരെയൊന്നും നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചിസ്റ്റാഡാറ്റ എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പ് ഞാൻ അനുഭവിച്ചാണ്. അതായത് പീപ്പിൾ അൺലെസ് അവരുടെ ഉള്ളിലൊരു സ്പാർക്ക് ഇല്ലെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോ ഫ്യൂച്ചറിലാണെങ്കിലും വെനെവർ യു, അപ്പൊ ഈ എന്റെ എല്ലാ ഫ്രണ്ട്സും, അതായത് ഞാൻ ഒരു 4-5 പേരെ ഞാൻ വിളിച്ചു ഈ സിറ്റുവേഷൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവര് ഇങ്ങനത്തെ 5-8 സിറ്റുവേഷൻ വന്നു. വെനെവർ ഇവരായിട്ട് ഇന്റർവ്യൂ വരുമ്പോൾ അപ്പുറത്തിരിക്കുന്നത് ഒരു എക്സിക്യൂട്ടീവ് ക്ലാസ് ആൾക്കാരല്ലെങ്കിൽ, അതായത് എക്സിക്യൂട്ടീവ് ക്ലാസ് ഫ്രം അമേരിക്ക നോസ് എവരിത്തിങ്. പക്ഷെ അവിടുത്തെ ടെക്നിക്കൽ ഫട്ടർണിറ്റി അധികം സോഷ്യൽ ലൈഫിൽ അത് ഇൻഡിവിജ്വലിസവും കറങ്ങിടക്കലും ഒക്കെ ഉള്ള ടൈപ്പ് ആൾക്കാർക്ക് എല്ലാം ടെക്നിക്കൽ പ്രോബ്ലം. അപ്പുറത്തിരിക്കുന്ന ഒരു ഹ്യൂമൻ ആണെന്നൊന്നും അവർക്ക് മനസ്സിലാവില്ല. എല്ലാവരും ബെഞ്ച് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ഇത് കൂടുതൽ അറിയാവുന്നത് എന്താണെന്ന് വെച്ചാൽ ബിഫോർ 2005 ഞാൻ എന്റെയൊക്കെ സ്വഭാവം ഏതാണ്ട് ഇതേമാതിരിയായിരുന്നു. അതുകൊണ്ടാണ് ഐ കുഡ് ആക്ച്വലി ഡു വെൽ ഇൻ ദോസ് ടൈംസ്. അപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൾച്ചറലി സെൻസിറ്റീവ് അല്ലാതെ നമ്മൾ ആൾക്കാരെ ജഡ്ജ് ചെയ്യാം. അവന് മാത്സ് അറിഞ്ഞൂടാ, പിന്നെ അവന് എന്ത് ചെയ്യാനാ, ഇങ്ങനത്തെ ഈ ഒരു ഭേദഭാവത്തോടെയുള്ള ഒരു കാണലിന്റെ ഒരു അത്. അപ്പൊ സ്വാഭാവികമായിട്ട് ഒരു വെള്ളക്കാരൻ അങ്ങനത്തെ ഉണ്ടെങ്കിൽ അവന്റെ അടിമയ്ക്ക് അതിന് വലുതായിരിക്കും, മനസ്സിലായില്ലേ? അപ്പൊ അവൻ നമ്മുടെ മുകളില് അവൻ അവിടെ സഹിച്ച ക്രൂരത, അതായത് ഇന്നോട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ആസ് എ പേഴ്സൺ ഹി മൈറ്റ് ഹാവ് ഫെയിൽഡ് പെർഹാപ്സ്, മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് ആ ഒരു അത് ഇപ്പൊ നോക്കുമ്പോ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതിപ്പോ ഈ പലപ്പോഴും when I share stage with people from West, ഈ അവർക്കൊരു പ്രശ്നം ഉണ്ടാവും അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാല് വേൾഡിൽ പോപ്പ ഫേമസ് എങ്കിലും നാട്ടിൽ കുട്ടപ്പനായിരിക്കും ഫേമസ്. അതായത് ലോട്ട് ഓഫ് പീപ്പിൾ നോ മീ. അപ്പൊ ഒരു ഫേമസ് ആള് കേരളത്തിൽ വന്ന് സെഷൻ എടുക്കാൻ പോയി കഴിഞ്ഞപ്പോ അയാൾ കേട്ടത് എന്താണെന്ന് വെച്ചാൽ ഇനിയിപ്പോ പൈഡ സെഷൻ കഴിഞ്ഞു, ഇനിയിപ്പോ എന്താ നമുക്ക് പോകാന്ന് പറഞ്ഞിട്ട് അയാൾ കേട്ടിട്ട് അയാൾക്ക് തന്നെ ചൊറിഞ്ഞൊക്കെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഈ ഇപ്പറ്റാൾ യു ഹവ് ഫേസ്ഡ് സച്ച് എ ഇംപെഡൻസ് മിസ്മാച്ച്. ഇപ്പൊ എനിക്ക് ഇത്രയും ചൊറിയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആം റീസണബിളി വൈസ് ഇൻ ദ വെസ്റ്റ്. ഞാൻ കമ്പാരിറ്റീവ് ഫിലോസഫി സ്റ്റഡി ചെയ്യുന്ന ആളാണ്. ഡിഫറൻസ് ആങ്സൈറ്റി എന്നുള്ളൊരു പ്രോബ്ലം ഉണ്ട്. വെള്ളക്കാരൻ നമ്മളെ കാണുമ്പോൾ നമുക്ക് അവരെ കാണുമ്പോൾ അതിനെക്കുറിച്ച് വളരെയേറെ എക്സ്പെരിമെന്റ്സ് നടത്തിയിട്ടാണ്. കൺസൾട്ടിങ് ഫ്ലോറിൽ ഞാൻ പോയിട്ട് പല ഐവി ലീഗ് ആൾക്കാരെയൊക്കെ എനിക്ക് എന്താ പറയാ ടാക്കിൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓഫ് കോഴ്സ് ഇന്ന പൊളിറ്റിക്കലി കറക്റ്റ് എൻവയോൺമെന്റ് അത് പറ്റും. അപ്പോ ഈ ആ ഒരു സ്ഥലത്ത് അപ്പൊ അപ്പുറത്തിരിക്കുന്ന ആൾ എന്താണെന്ന് മനസ്സിലാവാതെ ഇനിയിപ്പോ പുള്ളി ടെക്നിക്കൽ ഇത് തന്നെയാണെങ്കിലും എന്താ കാര്യം എന്ന് പറഞ്ഞാൽ ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഈസ് എ മാച്ച് ഫോർ മീ. അപ്പൊ ഈ ഒരു എന്താ പറയാ, അപ്പൊ ഇത് കാണുന്ന ആൾക്കാർക്ക്, അതായത് പുള്ളിയുടെ കാര്യം ഞാൻ പറഞ്ഞേ, നിങ്ങൾക്ക് ഇങ്ങനത്തെ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ നമുക്ക് അവര് ട്രീറ്റ്മെന്റ് തന്നെന്നല്ല ഞാൻ പറയുന്നത്. ഇവിടെ നിന്ന് ബെറ്റർ മിററിങ് ചെന്നിട്ടും അത് മനസ്സിലാക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ് ഇത്. അപ്പൊ ഈ ബ്രിഡ്ജ് അല്ലെ ഈ ഡിവൈഡ് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ ഇന്റർവ്യൂവിന് കയറുന്നത്, മനസ്സിലായില്ലേ? അപ്പോ I was acting as if okay, he will be trusting to me because of the person who has actually mediated it, and then okay, together how we will actually try to operationalize it. അതാണ് അതിന്റെ ഗെയിം. എന്നെ യു സീ ദാറ്റ് നിനക്കിത് പറ്റുമെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ എനിക്ക് പോയി പണി നോക്കിയാൽ മതി. കാരണം ദാറ്റ്സ് നോട്ട് ദ വേ ഐ ഓപ്പറേറ്റ്. ഓക്കെ, ഞാൻ ഒരു എന്താ പറയാ ഒരു ലിമിറ്റഡ് ഓട്ടോണമി ഒക്കെ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നതാണ്. ഫിനാൻഷ്യൽ മറ്റേതൊന്നുമല്ല. കാരണം ഇഫ് യു വാണ്ട് ടു ബ്രിങ് വൺ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മോർ എക്സലൻസ് ഇൻ ആൻ എൻവയോൺമെന്റ്, ഒരു ഈ ആരാണോ അത് ഡ്രൈവ് ചെയ്യുന്നത് അയാൾക്ക് ഒരു മിനിമം പൊളിറ്റിക്കൽ അതോറിറ്റി ഇല്ലാത്ത പറ്റില്ല. അപ്പൊ അതിന്റെ ഇടയ്ക്ക് മറ്റേ ഈ സ്കൈ ഹുക്സ് ഒക്കെ വന്നു കഴിഞ്ഞാൽ then it is going to be a problem. അപ്പോ ഈ
എനിക്ക് തോന്നുന്നു ആ കക്ഷി ഓക്കെ ഹീസ് എക്സ്പെക്ടിങ് സംബഡി ഹു ക്യാൻ മിറർ ഹിം ആൻഡ് ഡെലിവർ ഇറ്റ്. അപ്പോൾ ചിലപ്പോൾ പുള്ളിനെ മിറർ ചെയ്യുന്ന ആളെ കിട്ടുമായിരിക്കും, പക്ഷെ അയാൾക്ക് ഡെലിവർ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം വെച്ചാൽ ഡെലിവറി ചെയ്യുന്ന സാധനം ഇറ്റ് ഈസ് കണ്ടിജന്റ് ഓൺ അല്ലെങ്കിൽ എന്താ പറയാ പ്രെഡിക്കേറ്റഡ് ബൈ അതർ പീപ്പിൾസ് എക്സലൻസ് ആസ് വെൽ. അപ്പോ ഈ വേൾഡിലെ ലീഡിംഗ് കമ്പനീസിൽ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ഈ പ്രോബ്ലം ഇല്ല. ഒരു ഓപ്പറേഷൻ ബൂട്ട് സ്ട്രാപ്പ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ദ കേസ്. അപ്പോ പെട്ടെന്നൊന്നും നമുക്ക് ആൾക്കാരെ ഒന്നും കൾച്ചറൊന്നും ഒരു ദിവസം കൊണ്ടൊന്നും മാറ്റാൻ പറ്റില്ല. പീപ്പിൾ ഹാവ് എക്സൽ ആ ഒരു എൻവയോൺമെന്റൽ ആ പാത്ത് ഡിപ്പെൻഡൻസ് അവർക്ക് ഉണ്ടാവും. അവിടെ നിന്ന് ഒരു ഇതിലോട്ട് വരിക. ഇനി അതേമാതിരി തന്നെ ഡോണ്ട് എക്സ്പെക്ട് people to stay with you if they have become one standard division better. Because they will find opportunities with people who can pay more. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു കാര്യം. ഒരു hereafter whenever you meet a quote unquote വെസ്റ്റേണർ ടെക്കില്ലോ വെസ്റ്റേണർ അറ്റ്ലീസ്റ്റ് അമേരിക്കൻ മാനേജേഴ്സിന് ഇതിനെ കുറിച്ചൊക്കെ നന്നായി, അതുകൊണ്ട് അവർ മാനേജർ ആവാത്ത ടെക്കി ഇത് ചെയ്തത്. അപ്പൊ നമ്മുടെ നാട്ടിലെ ആൾക്കാർ പറയും 70 വയസ്സായിട്ടും അവർ കോഡ് ചെയ്യുന്നു. പക്ഷെ ആക്ച്വലി എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 70 വയസ്സായിട്ടും അവന് പൊളിറ്റിക്കൽ അതോറിറ്റി ഗ്രാബ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ് അതിന്റെ ഇത് തന്നെ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ അപ്പൊ ഇപ്പൊ എന്റെ കേസിൽ ഞാൻ വിൽഫുൾ ചോയ്സ് ആണ്. ഞാൻ വിൽഫുൾ പോവർട്ടി എന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് ലൈഫ് ലോങ് സബ്ജക്ട് മാറ്റർ എക്സ്പെർട്ട് ആവാൻ വേണ്ടി ഞാൻ ചോയ്സ് ആയിട്ട്. അതുകൊണ്ട് എനിക്ക് അൺഎംപ്ലോയ്മെന്റ് അതേമാതിരി തന്നെ പല പൊളിറ്റിക്കൽ പ്രശ്നങ്ങളും ഇപ്പൊ പല ആൾക്കാരും ഞാൻ മണ്ടന്മാരാന്ന് വിചാരിക്കുന്ന സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ദാറ്റ് ഈസ് പാർട്ട് ആൻഡ് പാർസൽ ഓഫ് മൈ പ്ലാൻ. അല്ലാണ്ട് ഇൻഡിപെൻഡന്റ് ആയിട്ട് ഇതൊന്നുമല്ല. ഇപ്പൊ ഞാൻ എപ്പോഴും പറയാറെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫോർ യു മാനേജ്മെന്റ് ഇസ് എൻ ഇമ്പെറേറ്റീവ്, ഫോർ മീ ടെക്നോളജി ഇസ് എ ചോയ്സ്. പക്ഷെ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേൾഡ് പോകുന്നത് ഒരു മാനേജ്മെന്റ് അങ്ങനെ, അതായത് ഒരു IT ഒരു ഇൻഡസ്ട്രി ആയി കഴിഞ്ഞപ്പോൾ ഒരു എക്കണോമിക് വാല്യൂ പൈപ്പ് ലൈനിൽ ടെക്നോളജി ആൾക്ക് ലാസ്റ്റ് മൈൽ റെലവൻസി ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അയാൾ ജീവിക്കാൻ പ്രാപ്തനാവണം. അപ്പോൾ ഈ ടെക്നോളജിയിൽ 20 കൊല്ലം അല്ലെങ്കിൽ ഒരു 30 കൊല്ലം കളഞ്ഞുകൊണ്ട് നിങ്ങൾ ഫോർച്യൂൺ ഉണ്ടാക്കും എന്നുള്ളത് ഒരിക്കലും വിചാരിക്കരുത്. ഓൺ ദി അതർ വേ റൗണ്ട്, ടെക്നോളജിയിൽ കൂടുതൽ കാലം നമ്മൾ സ്പെൻഡ് ചെയ്യുമ്പോൾ വി എക്സ്പെക്ട് അതേഴ്സ് ടു ഫോളോ ദാറ്റ് കൈൻഡ് ഓഫ് എ regime, and then too often that ends up in disaster. Appo you can bootstrap a company, you can bootstrap a product, but I don't know somebody will be able to scale it. But by that time I hope these people will have wisdom in order to bring professional managers ne oru particular stage il avare edukkan pattiyilengil, പക്ഷെ പ്രൊഫഷണൽ മാനേജേഴ്സ് വരുമ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ അവർ പ്രൊഫഷണൽ ഓപ്പറേഷൻ കഴിഞ്ഞുണ്ട്, അവർ വല്ല വിപ്രോ ഇൻഫോസിസിനൊക്കെ വന്നിരിക്കും. അപ്പൊ അവർക്ക് ഈ സ്റ്റാർട്ടപ്പിന്റെ മെറിറ്റോക്രസിയോ എക്സലൻസോ കീപ്പ് ചെയ്യുന്നില്ല. അപ്പൊ ഇന്ത്യൻ സ്റ്റാർട്ടപ്സ് ഫേസ് ചെയ്യുന്ന ഇഷ്യൂ, അപ്പോൾ ഇതിനെക്കുറിച്ച് സ്റ്റഡി നടത്തിയിരുന്നുണ്ട്. ഐ ബിലീവ് ദാറ്റ് ഐ എം എ ഗുഡ് ഹയർ ഫോർ എനിവൺ ഹു വുഡ് ലൈക്ക് ടു സ്റ്റാർട്ട് ഓപ്പറേഷൻസ് ഇൻ ഇന്ത്യ, അറ്റ്ലീസ്റ്റ് ഇൻ കേരള. നോട്ട് ബാംഗ്ലൂർ ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമെന്ന് ഞാൻ പറയുള്ളൂ. പിന്നെ ഈ ബാംഗ്ലൂർ ഈ പറയുന്ന രീതിയിൽ നല്ല ഫെയിലിയർ റേറ്റ് ഉള്ള സ്ഥലമാണ്, ഹൈബ്ഡപ്പാണ്. പിന്നെ ഓൾ ഇന്ത്യയിൽ നിന്ന് ഒരു പൂള് കിട്ടുന്നതുകൊണ്ട് നമുക്ക് ഇത്, പക്ഷെ അത് ഏതിപ്പോ ഒരു അൺനോൺ കമ്പനി ഹയർ, ഇപ്പൊ ഞാൻ ഒരു അത്യാവശ്യം ബേസ് റേറ്റിനൊക്കെ വളരെ മുകളിൽ പേ ചെയ്തിട്ട് തന്നെ 10 വരെ ഹയർ ചെയ്യാൻ വേണ്ടി 110 വരെ ഉണ്ട്. അപ്പൊ ഹയറിംഗ് പീപ്പിൾ ഇസ് ഗോയിങ് ടു ബി വെരി ഡിഫിക്കൾട്ട്. അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ സംബടി ഏതെങ്കിലും ഒരു ആൽഫ മെയിലിന്റെ ഓൾഡ് ബോയ്സ് നെറ്റ്വർക്കിൽ നിന്നൊക്കെ ഹയർ ചെയ്യേണ്ടി വരും. ആൾ കൈൻഡ്സ് ഓഫ് തിങ്സ് ആർ ദെയർ. ഓക്കെ, സോ ഐ ആം വെയിറ്റിംഗ് വിത്ത് മൈ ഫിംഗേഴ്സ് ക്രോസ്ഡ് എങ്ങനെയാണ് ഒരു ഇത് ചെയ്യുന്നത്. ഇപ്പോ ഇതൊരു പബ്ലിക് ഇൻട്രസ്റ്റ് ഞാൻ പിടിച്ചങ്ങനെ വീഡിയോ ഉണ്ട്. ഐ ആം നോട്ട് എക്സ്പെക്ടിങ് എനിബഡി ടു വ്യൂ ഇറ്റ് ഇമ്മീഡിയറ്റ്ലി. സംഡേ ഇഫ് സംബഡി ആസ്ക് അബൌട്ട് ഓക്കെ ഇപ്പൊ ഈ പ്രസ്തുത കക്ഷി ഒരു 5 പേരോട് പോയി എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് ഒരു മറുപടി എന്താണെന്നുള്ളത് ഞാൻ ആ ഇന്റർവ്യൂ നടന്നതിന്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഒരു വീഡിയോ പിടിച്ചിട്ടുണ്ട്. അപ്പോ ഐ ഹോപ്പ് ഇതിൻ്റെ ഉള്ളില് മറ്റേ ലോട്ട് ഓഫ് തിങ്സ് ഹാവ് കം ഔട്ട്. അപ്പോ nutshell, there is a cultural impedance mismatch between people from the West and people who have succeeded in India or Kerala. അപ്പൊ ആ ബ്രിഡ്ജ് ഡിവൈഡ് ബ്രിഡ്ജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൾച്ചറലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഓപ്പറേഷൻസും സ്ട്രാറ്റജിയും എഞ്ചിനീയറിങ്ങും അറിയാവുന്ന ആൾക്കാരെ ഹയർ ചെയ്യാൻ ശ്രമിക്കുക. എന്നിട്ട് ഒരു ടെക്നിക്കൽ ഇപ്പൊ എന്താ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അങ്ങനെ ടെക്നോളജി മാത്രം നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തോന്നുന്നില്ല ടെക്നോളജി മാത്രം നോക്കുന്ന ഒരാൾക്ക് ഇവിടെ
കേരളത്തിലെ ഇൻഡസ്ട്രിയിൽ സർവൈവ് ചെയ്യാൻ പറ്റുമെന്ന്. അയാൾക്ക് പൊളിറ്റിക്കൽ അക്യൂമിനും ഇതര അയാൾ ഒരു കമ്മ്യൂണിറ്റി ഇൻഫ്ലുവൻസർ ആയിരിക്കണം, അല്ലെങ്കിൽ അയാള് ഓപ്പറേഷൻസ് റോളും സ്ട്രാറ്റജി ഒക്കെ റോൾ അനുസരിച്ച് ചെയ്യാൻ, അല്ലെങ്കിൽ കൺസൾട്ടിങ്ങിലും എക്സൽ ചെയ്ത ആളായിരിക്കണം. അങ്ങനെയുള്ളവര് കുറച്ചും കൂടി ഡിമാൻഡിങ് ആയിരിക്കും. അപ്പോ they are not going to be your slaves. Okay, the way you have been a slave to your Western masters, they fortunately for them, അവർ വിദേശത്തൊന്നും പോകാത്തതുകൊണ്ട് ഇവിടെ അവർക്ക് അങ്ങനെ ഒരു സ്ലേവറി, ഒരു ഇമിഗ്രന്റിന്റെ സ്റ്റിഗ്മയൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ചുകൂടി കോൺഫിഡന്റ് ആയിരിക്കും. ചിലപ്പോൾ ഓപ്ഷോർനെസ് ചിലപ്പോൾ വെസ്റ്റേൺ കണ്ടിലൂടെ നോക്കുമ്പോൾ തോന്നാം. പക്ഷെ ഇതാണ് classic case of gymnosophist from the Kerala and the Alexander from the West. Whenever they meet, ഇപ്പോ അലക്സാണ്ടറും ജിംനോസോഫിസ്റ്റും മീറ്റ് ചെയ്ത മാതിരി ഞാനും പ്രസ്തുത കക്ഷി ഞാനും മീറ്റ് ചെയ്ത മാതിരി ഫ്യൂച്ചറിൽ ഇനിയും ജിംനോസോഫിസ്റ്റ് വേഴ്സസ് അലക്സാണ്ടർ ഉണ്ടാവുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഐ ഹോപ്പ് ദിസ് വീഡിയോ വാസ് യൂസ്ഫുൾ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യാം. നന്ദി, നമസ്കാരം.